ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തുകൂടാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഫാമിലി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കുറഞ്ഞു പോകും. ഞങ്ങൾ ഒരു കുടുംബമാണ് എന്ന് പറയുന്നതാണ്, ഒരു വീട്ടിലാണെന്ന് പറയുന്നതാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. അപ്പോൾ എല്ലാ വെക്കേഷനും വരുമ്പോഴും ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഇതുപോലെ ഒത്തുകൂടി അർമാദിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ അതാ ഇത്തവണത്തെ മണിച്ചേച്ചിയുടെ വീട്ടിലേക്ക്, മണിച്ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്. അവർ രണ്ടാളും ഒരുമിച്ചാണ് എൻ്റെയും സച്ചുവിൻ്റെയും ഡെലിവറിക്ക് പോയത്. അപ്പോൾ സച്ചു ഉണ്ടായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പം മുതലേ ഉള്ള ഒരു കൂട്ടാണ് എനിക്ക് അവരായിട്ട്. അവർ എൻ്റെ അമ്മയും മണിച്ചേച്ചിയൊക്കെ അതിനു മുന്നേ കൂട്ടുകൂടാൻ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അതാ അവരുടെ അടുത്താണ് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള്. ഞങ്ങൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ അവർ വീട്ടിലെത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വന്ന് എല്ലാവരും കൂടെ കൂടി ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരു ഒത്തുകൂടലാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു ദിവസം ഫുള്ള് അവരുടെ കൂടെയാണ് ഞങ്ങൾ. അപ്പോൾ വെക്കേഷനൊക്കെ കഴിയാനായി, ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയതാണ് ഈ ഒരു ദിവസം. ഒരു ഹായ് പറഞ്ഞോളൂ. അതാണ് ഇപ്പോൾ ഹായ് പറഞ്ഞ ആളാണ് കേട്ടോ മണിച്ചേച്ചി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു ദിവസം ഇതുപോലെയാണ്. നമുക്കിവിടെ ബേക്കറി എന്താണെന്ന് തപ്പി നോക്കാം. അപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ മാമയാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ മാമ ബിരിയാണി ഉണ്ടാക്കുന്നത് മാമയുടെയും അമ്മായിയുടെയും വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ബിരിയാണി നമ്മുടെ മണിച്ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ ഇതാ ബിരിയാണി പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ കിണറ്റിൽ നിന്ന് കോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കിണറിൻ്റെ ഉള്ളിൽ റിങ് ഇറക്കിയിട്ടുണ്ട്. നല്ല കളിമണ്ണിൻ്റെ റിങ്ങാണ്. അത് ഞാൻ കാണിച്ചു തരാം. ആ വെള്ളത്തിന് എന്താ പ്രത്യേകത എന്നറിയോ? നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. അപ്പോൾ ഇതാ ആ വെള്ളം കോരുന്ന ആളാണ് സച്ചിൻ. അതായത് ഞാനും അവനും 5 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ജനിച്ച സമയത്ത്. അവൻ ജനിച്ച് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ മുതലുള്ള കൂട്ടാണ് ഞങ്ങൾ. നോക്കട്ടെ, കിണറിൻ്റെ ഉള്ളു നോക്കട്ടെ. നല്ല കളിമണ്ണിൻ്റെ റിങ് ഇട്ടതില്ലേ. കളിമണ്ണിൻ്റെ റിങ്, അത് കാരണം വെള്ളത്തിന് നല്ല തണുപ്പോലെ. ചിക്കൻ ആഡ് ചെയ്തു. ബിരിയാണി പ്രിപ്പറേഷൻ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഇടക്കാല ആശ്വാസം പോലെ ചായ കൂടിയാണ്. അപ്പോൾ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനും ചോറും എല്ലാം റെഡിയായി. ഇവിടെ ദമ്മ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പൈനാപ്പിളും കൂടെ ഇട്ടിട്ടുള്ള ബിരിയാണി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് പൈനാപ്പിൾ ഇടാത്ത ബിരിയാണിയാണ്. പക്ഷെ ബാക്കി എല്ലാ റെസിപ്പി സെയിം ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ അടച്ചു വയ്ക്കും. അതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വീടിൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കും, ബാക്കിലിരുന്ന് സംസാരിക്കും, വീടിനകത്തിരുന്ന് സംസാരിക്കും. പല വിധത്തിൽ പല ടൈപ്പിലാണ് ഇവിടെ വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറമ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ പറമ്പിൽ ഒരുപാട് ചക്കയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് മാങ്ങയുണ്ട്. നമ്മുടെ ബിരിയാണി ദമ്മ് പൊട്ടിച്ചു. മക്കൾസിനൊക്കെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ബിരിയാണി ഓപ്പൺ ചെയ്തതാണ്. നമ്മൾ ചിക്കൻ വേറെയും ചോറ് വേറെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ മാമേൻ്റെ അടിപൊളി ബിരിയാണി കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം നല്ലപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് സൈഡായി. ഞായറാഴ്ച ആസ്വദിക്കേ ഉറങ്ങിയിട്ട് ഞായറാഴ്ച ദിവസമാവും അതിൻ്റെ ആക്കല് ചെയ്യല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടി. അപ്പൊ പണി തന്നെയാവും എന്നും ഒരുങ്ങാത്ത പോലും പണി വീട്ടിലെന്തെങ്കിലും ഉണ്ടായി കഴിക്കണമെങ്കിൽ ഞായറാഴ്ച ഉണ്ടായി കഴിക്കുള്ളൂ. സമയമൊക്കെ തീർന്നു പോകുന്നത് എത്ര പെട്ടെന്നാണെന്നറിയോ. വൈകുന്നേരമായി, വൈകുന്നേരത്തെ ചായ പരിപാടിയായി, ചായക്ക് പഴംപൊരി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് രാത്രിയിലത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നതോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിയെങ്കിലും വേണ്ടേ. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു ദിവസം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയിൽ എടുത്ത കുറച്ച് വീഡിയോസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ പിടുത്തം കൊണ്ട് ഇപ്പോൾ വണ്ടി ഓടുകയല്ലോ.